നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷക ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. സംസ്ഥാന യുവജന മിഷൻ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി യൂത്ത് കണ്ടക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ ടി വി രാജേഷ് MLA നിർവഹിച്ചു. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നത്. കുണിയൻ കിഴക്കേക്കരയിൽ വ്യാപക തോതിൽ പാടം നികത്തുന്നു. അധികൃതരുടെ എതിർപ്പ് വകവെക്കാതെയാണ് വയൽ നികത്തുന്നതെന്നും പരാതി. സെപ്റ്റംബർ 2 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി കാസർഗോഡ് ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. പയ്യന്നൂർ നഗരസഭ ഓണക്കാല പരമ്പരാഗത വ്യവസായ പ്രദർശനവും വിപണനമേളയും നഗരസഭാ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. 10,000-കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് PK ശ്രീമതി ടീച്ചർ MP. ഏഴോം ഗ്രാമപഞ്ചായത്ത് കർഷക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ദിനവും ദിനത്തിന് ശേഷമുള്ള കാലങ്ങളും എല്ലാം വളരെ ഏറെ പ്രാധാന്യത്തോടുകൂടി ആചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഭാരതം ഒരു കാർഷിക രാജ്യമാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ കർഷകർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലാണ്. 10,000-കണക്കിന് കർഷകരാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നതെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. മികച്ച കർഷകരെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോളി അലക്സ് ആദരിച്ചു. E ശ്രീദേവി, OV ശ്രീദേവി, V മുരളി, R റിയാസ്, രാമകൃഷ്ണൻ മാവിലവീട് തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. C കൃഷ്ണൻ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ വെള്ളൂർ ജവഹർ വായനശാലയിൽ വെച്ച് കർഷകരെ പൊന്നാടി അണിയിച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കാർഷിക സെമിനാറും നടന്നു. കാന രാഘവൻ, എടച്ചേരി ദേവകിയമ്മ, K രാഘവൻ, മേക്കാരത്തി പാത്തു, കാങ്കോലൻ തമ്പായി, KV ഗോവിന്ദൻ, അണക്കൂർപുരിയിൽ ദേവി തുടങ്ങിയ കർഷകരെയാണ് ആദരിച്ചത്. ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും MLA C കൃഷ്ണൻ നിർവഹിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലെല്ലാം കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രയാസങ്ങൾ അത് കർഷക ആത്മഹത്യയിലൂടെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. നാൾക്ക് നാൾ കർഷക ആത്മഹത്യയുടെ എണ്ണം. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷയായി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ അവതരിപ്പിച്ച ടാബ്ലോ മത്സരത്തിൽ പയ്യന്നൂർ കൃഷിഭവനെ പ്രതിനിധീകരിച്ച കാനായി സൗത്ത് പച്ചക്കറി ക്ലസ്റ്റർ യൂണിറ്റിന് അനുമോദനം നൽകി. സംയോജിത മാതൃകാ കൃഷി എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ നടന്നു. കൃഷി ഓഫീസർ K സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. KK ഗംഗാധരൻ, P ശ്യാമള, KV ബാബു, M വനജ, ശശി വട്ടക്കോവൽ, M വാസന്തി, AP നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആഘോഷ തിമിർപ്പിൽ മറ്റൊരു കർഷക ദിനം കൂടി കടന്നുപോകുമ്പോൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന കൃഷിസ്നേഹത്തിന്റെ കഥയാണ് കുണിയൻ പാടശേഖരം നമ്മോട് പറയുന്നത്. പ്രദേശത്തിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന കുണിയൻ കിഴക്കേക്കരയിൽ വ്യാപക തോതിൽ പാടം നികത്തുന്നു. അധികൃതരുടെ എതിർപ്പ് വകവെക്കാതെയാണ് വയൽ നികത്തുന്നതെന്നും പരാതി ഉയരുന്നു. കുണിയൻ കിഴക്കേക്കര മുങ്ങം പാലത്തിനടുത്തായാണ് വയൽ മണ്ണിട്ട് നികത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലനികത്തൽ വ്യാപകമാണ്.
വില്ലേജ് അധികൃതരുടെ മുന്നറിയിപ്പ് വകവെക്കാതെയാണ് വയൽ നികത്തുന്നതെന്നും പറയുന്നു. അപ്പോൾ നോക്കൂ, 2008 നിലവിൽ നീർത്തട സംരക്ഷണ നിയമം വന്നതിന് മുമ്പേയുള്ള എല്ലാ നികത്തലുകളും സാധൂകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ നികത്തലൊക്കെ. കാരണം ഇത് 2008 മുമ്പുള്ളതാണ് പറയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. അങ്ങനെ ഈ നാട് മുഴുവനും വയൽ മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ ഇനി കർഷക ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷിയും ബാക്കി ഉണ്ടാവില്ല, അവിടെ ഒരു കർഷകൻ ആദരിക്കാൻ വേണ്ടി ഒരു കർഷകനും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നിയമങ്ങളുടെ പച്ചയായ ലംഘനം നടത്തുമ്പോൾ സർക്കാരുകൾ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അത് എടുക്കേണ്ടത് ഒന്ന് കൃഷി ഓഫീസറാണ്, ഒന്ന് വില്ലേജ് ഓഫീസറാണ്. നിരവധി ലോഡ് മണ്ണാണ് വയലിൽ ഇറക്കിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസ് അടുത്തിടെ പുറത്തിറക്കിയ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിത്. മുൻപും ഈ പ്രദേശങ്ങളിൽ വയൽ മണ്ണിട്ട് നികത്തിയിരുന്നു. നികത്തുന്നവരോട് മണ്ണ് എടുത്തുമാറ്റാൻ ആവശ്യപ്പെടുകയും സബ് കളക്ടർക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നികത്തുന്ന മണ്ണ് നിയമപ്രകാരം കൊണ്ടുവരുന്നതാണോ എന്നും വ്യക്തമല്ല. ഏതായാലും കർഷക ദിനത്തിൽ തന്നെ പാടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ കൃഷിഭവനിൽ ധർണ നടത്തി. ഏരിയ കമ്മിറ്റി അംഗം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള പ്രധാനമന്ത്രി, അവരുടെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. കാർഷിക വിലത്തകർച്ച, ഭൂനികുതി വർധന പിൻവലിക്കുക, രജിസ്ട്രേഷൻ വർധന പിൻവലിക്കുക, റബ്ബർ വിലത്തകർച്ച പരിഹരിക്കുക, കർഷക പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ N. പത്മനാഭൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KV ജനാർദ്ദനൻ, CATU ഓട്ടോ തൊഴിലാളി അംഗം PA റഹ്മാൻ, MP കരുണാകരൻ, KV അമ്പു, പത്മാക്ഷി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KV പത്മനാഭൻ സ്വാഗതം ആശംസിച്ചു. നിരവധി പ്രവർത്തകർ ധർണയിൽ അണിനിരന്നു. സംസ്ഥാന യുവജന മിഷൻ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി യൂത്ത് കണ്ടക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ TV രാജേഷ് MLA നിർവഹിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിൽ ക്ലാസുകൾ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലഹരിക്കെതിരായി തിരുവനന്തപുരത്ത് ഞങ്ങൾ യൂത്ത് MLA-മാരെയും മറ്റ് പ്രമുഖരായ വ്യക്തികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ദർബാർ ഹാളിൽ ഒരു ഡിസ്കഷൻ, ഒരു ഓപ്പൺ ഡിസ്കഷൻ, ഒരു തുറന്ന ചർച്ച. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ക്ലാരൻസ് പാലിയത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന യൂത്ത് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് RV രാജേഷ് മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന സെമിനാറിന് അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, സിവിൽ പോലീസ് ഓഫീസർ CK സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. PC സനൂപ്, പ്രൊഫസർ രാജേന്ദ്രൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭ ഓണക്കാല പരമ്പരാഗത വ്യവസായ പ്രദർശനവും വിപണനമേളയും നഗരസഭാ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. C. കൃഷ്ണൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 17 മുതൽ 10 ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭ 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2015-16 വാർഷിക പദ്ധതിയുടെയും നഗരസഭ കുടുംബശ്രീ CDS-ന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓഗസ്റ്റ് 17 മുതൽ 27 വരെ ഓണം ചെറുകിട കുടിൽ ഗ്രാമ പരമ്പരാഗത വ്യവസായ പ്രദർശനവും വിപണനമേളയും പയ്യന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സെന്റ് മേരീസ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് വിപണനമേളയ്ക്ക് തുടക്കമായത്. ഘോഷയാത്ര നഗരസഭാ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് ചെയർപേഴ്സൺ KV ലളിതയുടെ അധ്യക്ഷതയിൽ C. കൃഷ്ണൻ MLA വിപണനമേള ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ, അതുപോലെ തന്നെ ജീവനക്കാർ, സാധാരണ ജനങ്ങൾ എല്ലാവരും ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് നഗരസഭ വ്യവസായ വികസന ഓഫീസർ VV രമേശൻ പദ്ധതി വിശദീകരിച്ചു. വൈസ് ചെയർമാൻ KK ഗംഗാധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. വനജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. വാസന്തി, കൗൺസിലർമാരായ C. രാഘവൻ, പാവൂർ നാരായണൻ, AP നാരായണൻ, M. ബഷീർ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ MV പ്രേമരാജൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശ്യാമള സ്വാഗതവും നഗരസഭാ സെക്രട്ടറി G. ഷെറി നന്ദിയും പറഞ്ഞു.
സെപ്റ്റംബർ 2 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി കാസർകോട് ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. തൃക്കരിപ്പൂരിൽ BMS സംസ്ഥാന പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക, നവ ഉദാരവൽക്കരണ നയങ്ങൾ ഉപേക്ഷിക്കുക, തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണ നടപടി ഉപേക്ഷിക്കുക, മിനിമം വേതനം പ്രതിമാസം 15,000 രൂപയാക്കുക, പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥമുള്ള ജില്ലാതല വാഹന പ്രചാരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ജാഥ ക്യാപ്റ്റനും സംയുക്ത സമിതി കൺവീനറുമായ പി രാഘവന് പതാക കൈമാറി. വി രാധാകൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തെ ദേശീയ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾക്ക് വേണ്ടി ജാഥ ക്യാപ്റ്റൻ പി രാഘവന് ഹാരാർപ്പണവും നടന്നു. കരിവള്ളൂർ വിജയൻ അധ്യക്ഷനായ ചടങ്ങിൽ PP സുന്ദരൻ സംസാരിച്ചു. KN ശശി വൈസ് ക്യാപ്റ്റനും KV കൃഷ്ണൻ മാനേജറും ഷംസുദ്ദീൻ IT, CV ചന്ദ്രൻ എന്നിവർ പൈലറ്റുമാരുമായുള്ള ജാഥ കാലിക്കടവ്, ചെറുവത്തൂർ, ചീമേനി, ഭീമനടി തുടങ്ങി 2 ദിവസങ്ങളിലായി 24ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ചൊവ്വാഴ്ച വൈകുന്നേരം അടൂരിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കണ്ണപുരം SI ബിനു മോഹൻ PAയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ചെറുകുന്ന് താവം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ പുറത്ത് സ്ഥാപിച്ച ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. കർക്കിടക മാസമായതിനാൽ 3000-ലധികം രൂപ ഭണ്ഡാരത്തിലുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിലെ നമ്പൂതിരിയുടെ വിശ്രമമുറിയും തകർക്കാൻ ശ്രമം നടന്നിരുന്നു. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനു മുൻപും ക്ഷേത്രത്തിൽ നിരവധി തവണ മോഷണങ്ങൾ നടന്നിരുന്നു. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ സത്യാഗ്രഹം 96ാം ദിവസത്തിലേക്ക്. CITU ജില്ലാ വൈസ് പ്രസിഡന്റും സംയുക്ത സമരസമിതി അംഗവുമായ PV കുഞ്ഞപ്പന് ഐക്യദാർഢ്യവുമായി നിരവധി സംഘടനകൾ സമരപന്തലിലെത്തി. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരാഹാര സമരം 3 മാസം പിന്നിടുമ്പോൾ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് പയ്യന്നൂരിന്റെ തൊഴിലാളികളുടെ പ്രിയ നേതാവും സംഘാടകനുമായ PV കുഞ്ഞപ്പനാണെന്നത് സമരത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരികൾക്ക് തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് കുഞ്ഞപ്പൻ നയിക്കുന്ന സമരത്തെ അവഗണിക്കുവാൻ പറ്റാതായിരിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട 100 കണക്കിന് തൊഴിലാളികളാണ് സമരപന്തലിലെത്തി അഭിവാദ്യമർപ്പിക്കുന്നത്. ലോട്ടറി തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പ്രകടനം നടത്തി. സെക്രട്ടറി K ശ്രീധരൻ സംസാരിച്ചു. OP മോഹനൻ, P തമ്പാൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആശാ വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനം നടത്തി. പ്രീത, ലത P, വനജാക്ഷി എന്നിവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലും ഐക്യദാർഢ്യമർപ്പിച്ചു. M രാജൻ സംസാരിച്ചു. അജിത്ത്, സുനിൽകുമാർ, മഹേഷ് പുഞ്ചക്കാട് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഹക്കീം വധം. PV കുഞ്ഞപ്പന്റെ നിരാഹാര സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സമരപന്തലിലെത്തി. ഹക്കീം വധം പ്രതികളെ പിടികൂടുക, കേസ് CBI ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹം 96ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. CITU നേതാവ് PV കുഞ്ഞപ്പന്റെ നിരാഹാര സമരത്തിന് കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേബിൾ TV മേഖലയിലെ തൊഴിലാളികൾ പ്രകടനമായി എത്തിയാണ് ഐക്യദാർഢ്യമർപ്പിച്ചത്. CITUവിന്റെ പയ്യന്നൂരിലെ നേതാവ് കൂടിയായിട്ടുള്ള കുഞ്ഞപ്പാട്ടിനെ ഇവിടെ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിവിടെ കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു അഭിവാദ്യം അർപ്പിക്കണമെന്നതിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പയ്യന്നൂരിലെ തൊഴിലാളി വർഗ പോരാട്ട നായകന് മുദ്രാവാക്യം വിളികളോടെ ഹാരാർപ്പണം നടത്തി. തുടർന്ന് CA പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കൃപേഷ് അഭിവാദ്യ പ്രസംഗം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ഗാന്ധി ഹരിത സമൃദ്ധി നടപ്പിലാക്കുന്ന ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് പറവൂരിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ നിർവഹിച്ചു. പച്ചക്കറി എന്നൊരു വിഷയത്തെ പലരും അതിനെ ചെറുതായിട്ടാണ് അദ്ദേഹം പറയുമ്പോൾ കണ്ടതെങ്കിൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള സമൂഹം ഒന്നടങ്കം KPCC പ്രസിഡന്റിന്റെ ഹരിത സമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെട്ട ജൈവ കൃഷി
എന്ന നിലയിലേക്ക് ജൈവ കൃഷിയിലൂടെയുള്ള പച്ചക്കറി ഉപയോഗിക്കണം എന്ന ചിന്തയിലേക്ക് ജനസമൂഹം എത്തുകയായിരുന്നു. കീടങ്ങളെ അകറ്റാനാണ് നാം കീടനാശിനി ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് നേരെ വിപരീതമാണ് ഫലം. പച്ചക്കറിയുടെ തൂക്കം വർദ്ധിപ്പിക്കാനും നിറം വർദ്ധിപ്പിക്കാനുമൊക്കെയാണ് ഇന്ന് കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. ഈ രീതി മാറണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ നാം തന്നെ കൃഷി ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് മാറണമെന്നും നമ്മുടെ പരമ്പരാഗത കാർഷിക സംസ്കാരം വീണ്ടെടുക്കണമെന്നും കെ സുരേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ സുനിൽ പ്രകാശൻ അധ്യക്ഷനായി. MP ഉണ്ണികൃഷ്ണൻ, N നാരായണൻ, ബ്രിജേഷ് കുമാർ, MG മനോഹരൻ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ 2.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ പച്ചക്കറി കൃഷി വൻ വിജയമായിരുന്നു. വെള്ളരി, വെണ്ട, മത്തൻ, കുമ്പളം, പയർ, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്തെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. വമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടെ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വെച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായി. പ്രസ്തുത ചടങ്ങിൽ വെച്ച് പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത കർഷകരെ ആദരിച്ചു. രസന KP, ഉഷ P, കോട്ടമ്പത്ത് നാരായണൻ, P സുശീല ടീച്ചർ, P ശശിധരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നാട്ടിപ്പാട്ട് മത്സരം, കാർഷിക ക്വിസ് മത്സരം, തെങ്ങ് കയറ്റം, പറമ്പുകിള മത്സരം തുടങ്ങിയവ നടന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അസാപ്പ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ബാങ്കിംഗ് സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ണൂർ റീജിയണൽ മാനേജർ PK രാമൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അധിക നൈപുണ്യ വികസന പദ്ധതിയാണ് അസാപ്പ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അടിസ്ഥാന കമ്പ്യൂട്ടർ ഉപയോഗം എന്നിവയ്ക്ക് പുറമെ 50ഓളം തൊഴിൽ മേഖലകളിലുള്ള വിദഗ്ധ പരിശീലനവുമാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മാത്തിൽ അസാപ്പ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ബാങ്കിംഗ് ഫിനാൻസ് ആൻഡ് സ്കിൽ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക്വിറ്റ് 2015 എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ കുറവാണെന്നും എന്നാൽ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികൾ പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SBI കണ്ണൂർ റീജിയണൽ മാനേജർ PK രാമൻ അഭിപ്രായപ്പെട്ടു. Accountant is an officer in the bank. So if that boy qualifies as an officer or as a clerk and getting promoted, then he becomes part of the bank. നിരവധി തൊഴിലവസരങ്ങളാണ് ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിൽ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസാപ്പ് കണ്ണൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ സ്മിത സുകുമാരൻ അധ്യക്ഷയായ ചടങ്ങിൽ അസാപ്പ് പ്രോഗ്രാം മാനേജർ വിപിൻ ദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ K സുരേന്ദ്രൻ, SBI പയ്യന്നൂർ ചീഫ് മാനേജർ EV ഗംഗാധരൻ, ബാലചന്ദ്ര പുതുവാൾ, സിൻഡിക്കേറ്റ് ബാങ്ക് പയ്യന്നൂർ സീനിയർ മാനേജർ PV രവീന്ദ്രൻ, LIC പയ്യന്നൂർ സീനിയർ ബ്രാഞ്ച് മാനേജർ TH ആദർശ്, കേരള ഗ്രാമീൺ ബാങ്ക് മാത്തിൽ ബ്രാഞ്ച് മാനേജർ MV രാമചന്ദ്രൻ, അസാപ്പ് കോർഡിനേറ്റർ CG ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 50ഓളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂരിൽ നിർമ്മിക്കുന്ന ആധുനിക സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ അവസാന ഘട്ടമായതോടെ മൈതാനത്ത് വിരിക്കാനുള്ള കൃത്രിമ പുൽത്തകിടി സ്റ്റേഡിയത്തിലെത്തി. ദേശീയ ഗെയിംസ് അസോസിയേഷന്റെ സഹകരണത്തിൽ തൃക്കരിപ്പൂർ നടക്കാവ് കോവൽ മൈതാനത്ത് 2,80,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ പ്രധാന ഭാഗമായ കൃത്രിമ പുൽത്തകിടി മൈതാനത്തെത്തിയതോടെ ഇറക്കുന്നത് സംബന്ധിച്ച് ചുമട്ട തൊഴിലാളികൾ ഉയർത്തിയ തർക്കത്തെ തുടർന്ന് വിവാദമുയർന്നിരുന്നു. 2 കണ്ടെയ്നറുകളിലായി എത്തിയ അസാമാന്യ നീളവും ഭാരക്കൂടുതലുമുള്ള റോൾ തൊഴിലാളികളെ വെച്ചിറക്കിയാൽ റോളിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ക്രെയിനിന്റെ സഹായത്താൽ ഇറക്കാനുള്ള തീരുമാനമാണ് തൊഴിലാളികൾ എതിർത്തത്. മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച ശേഷം കണ്ടെയ്നറുകളിലായാണ് 15-ന് പുലർച്ചെ മൈതാനത്തെത്തിയത്. ഒടുവിൽ ക്രെയിനിന്റെ സഹായത്താൽ തന്നെ മൈതാനത്തിറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കായിക പ്രേമികളും നാട്ടുകാരും പ്രതീക്ഷയോടെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്ന ജില്ലയിലെ ആദ്യ സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ആധുനിക സംവിധാനം ഉപയോഗിച്ച് 2 ഘട്ടങ്ങളിലായി കൃത്രിമ പുൽത്തകിടി വിരിക്കുന്നതോടെ മൈതാനം ഒരുങ്ങും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റ് അനുമോദനവും ഉപഹാര സമർപ്പണവും വലിയചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കാർഷിക വികസന ബാങ്ക് അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാങ്കോൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വലിയചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
AKTA കാങ്കോൽ യൂണിറ്റ് പ്രസിഡന്റ് TV രാഘവൻ അധ്യക്ഷനായി. AKTA കരിവള്ളൂർ ഏരിയ സെക്രട്ടറി K രാജൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. K ബാലകൃഷ്ണൻ, K സുലോചന തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷ പരിപാടികൾ കൃഷിഭവൻ പരിസരത്ത് നടന്നു. ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും സി കൃഷ്ണൻ MLA നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും MLA സി കൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരായ കുതിരക്കാൽ ബാലൻ, അബ്ദുറഹിമാൻ പാലക്കോട്, കക്കോപ്രത്ത് പ്രസന്ന, TT സതി, പള്ളിയത്ത് ലക്ഷ്മി എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P ശ്യാമള, MM കുഞ്ഞപ്പൻ മാസ്റ്റർ, CV ജാനകി, KC അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, PV പത്മനാഭൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷി ഓഫീസർ EV ദിനേഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M സുരേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് കാർഷിക ക്വിസും നാട്ടിപ്പാട്ടും നടന്നു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂൾ NSS യൂണിറ്റ് പരിപാടിക്ക് നേതൃത്വം നൽകി. ലോകമഹായുദ്ധങ്ങൾ മുതൽ മുംബൈ ഭീകരാക്രമണം വരെ ലോകത്തെ വിറപ്പിച്ച യുദ്ധങ്ങളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. യുദ്ധത്തിന്റെ തീരാദുരിതം അനുഭവിക്കുന്നവരുടെയും യുദ്ധത്തിന്റെ ശേഷിപ്പുകളും പ്രദർശനത്തെ ഹൃദയസ്പർശിയാക്കി മാറ്റി. മധു ചീമേനയുടെ ശേഖരണങ്ങളാണ് പ്രദർശിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനം പ്രിൻസിപ്പൽ PN ശിവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ഭാർഗവൻ അധ്യക്ഷനായി. പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽകുമാർ RV, അഭിമന്യു K എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാനെത്തിയത്. പഴയങ്ങാടി വെങ്ങര അയ്യപ്പ സേവാ സംഘം മാടായിപ്പാറയിൽ മഴ നനയൽ ക്യാമ്പും വൃക്ഷത്തൈ നടലും സംഘടിപ്പിച്ചു. എഴുത്തുകാരി PK ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മഴക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് സല്ലപിക്കുന്ന പഴയ കാലത്തെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരുപാട് രോഗങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മാടായിപ്പാറ. മാടായിപ്പാറയിലെ ജൈവവൈവിധ്യങ്ങൾ പഠിക്കാനും പ്രകൃതിയെ അറിയുന്നതിനുമായാണ് മഴക്യാമ്പ് സംഘടിപ്പിച്ചത്. മാടായിപ്പാറയിലെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ വൃക്ഷത്തൈ നട്ടു. സുരേഷ് PA അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് പൊങ്ങാടൻ, ബാബു കുതിരുമ്മൽ, ശ്രീജിത്ത് K എന്നിവർ പ്രസംഗിച്ചു. പരിയാരം ഉർസുലിയൻ സീനിയർ സെക്കൻഡറി സ്കൂൾ കർഷക ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷഭാഗമായി നടന്ന കാർഷിക പ്രദർശനം ശ്രദ്ധേയമായി. മൺമറഞ്ഞ കാർഷിക പാരമ്പര്യം ഇന്നത്തെ തലമുറയ്ക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി. പഴയകാല കാർഷികോപകരണങ്ങൾ, വിത്തിനങ്ങൾ, കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായ ഗാർഹികോപകരണങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിന്റെ ഭാഗമായിരുന്നു. ഉപകരണ പ്രദർശനത്തിനൊപ്പം ചിത്രപ്രദർശനവും ഇലക്കറികളുടെ പ്രദർശനവും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ മുതിർന്ന കർഷകരെ പൊന്നാടി അണിച്ച് ആദരിക്കുകയും ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഖില കേരള യാദവ സഭ വെങ്ങര യൂണിറ്റ് കുടുംബസംഗമവും അനുമോദനവും വെങ്ങര ഹിന്ദു LP സ്കൂളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജിത് കുമാർ P അധ്യക്ഷത വഹിച്ചു. C പ്രഭാകരൻ, PV കുഞ്ഞിരാമൻ, N കുഞ്ഞികൃഷ്ണൻ, A സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ എതിർക്കാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനെ എതിർക്കാനോ ഏതെങ്കിലും ഒരു ജാതിക്കാരനെ എതിർക്കാനോ വേണ്ടിയുള്ളതല്ല. നമുക്കും എന്തെങ്കിലും അവർക്ക് കിട്ടുന്നത് അത്രയും കിട്ടിയില്ലെങ്കിലും അവർ തേങ്ങ ചെല്ലുമ്പോൾ നമ്മൾ ചിരട്ടെയെങ്കിലും. അടുത്തതായി യോഗാഭ്യാസത്തിന്റെ ഭാഗമായി അനന്ത സാധ്യതകളുമായി കരിവള്ളൂർ പെരളം പുനർജനിയുടെ സൗജന്യ യോഗ പരിശീലനം. 1 മാസം നീണ്ട യോഗ പരിശീലനത്തിന് പെരളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമാപനമായി. യോഗയുടെ അനന്ത സാധ്യതകൾ കണ്ടറിഞ്ഞാണ് പെരളം പുനർജനി യോഗാഭ്യാസ പരിശീലനം സംഘടിപ്പിച്ചത്. 15ഓളം പേർ പരിശീലനത്തിനായി എത്തി. നിരവധി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കു വേണ്ടി കൂടിയാണ് പരിശീലനം നടത്തിയത്. ദിവസേന 1 മണിക്കൂർ നീളുന്ന പരിശീലനം പൂർത്തിയാക്കിയപ്പോഴേക്കും പലർക്കും ശാരീരിക മാനസിക സൗഖ്യങ്ങൾ കൈവന്നിരുന്നു. യോഗ പലതിനും ഒരു പരിഹാരമാണെന്നും ഇവിടെ വന്നവരുടെ അനുഭവങ്ങൾ ഇതിന് സാക്ഷ്യമാണെന്നും യോഗ പരിശീലകൻ പ്രൊഫസർ K രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു. 1 മാസം നീണ്ടെടുക്കുന്ന ഈ ക്ലാസ്സുകൾ എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള പോസുകളിലുള്ള ഇപ്പോൾ മലർന്നു കിടന്നിട്ടായാലും ശരി, കാലം നിവർത്തി ഇരുന്നിട്ടാലും കാലം മടക്കിയിട്ടും മറ്റു തരത്തിലും എല്ലാ തരത്തിലും നിന്നിട്ടും എല്ലാ തരത്തിലുള്ള ആസനങ്ങൾക്ക് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ
പിന്നെ പ്രാണായാമത്തിനും അതുപോലെ തന്നെ പിന്നെ ധ്യാനത്തിന് ചെറിയ തോതിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു യോഗ ക്ലാസ് നമ്മുടെ ശിവാനന്ദ സിസ്റ്റം പ്രകാരം തന്നെ ഇവിടെയും നമ്മൾ നടത്തിയത്. ഇവിടെ നിന്നും നേടിയ പരിശീലനം ജീവിതത്തിൽ ഒരു ചര്യയാക്കി മാറ്റിയാൽ ഒട്ടൊരളവ് വരെ രോഗങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നും പ്രൊഫസർ രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. പരിശീലനത്തിനായി എത്തി പരസ്പരം ഊഷ്മളമായ ബന്ധങ്ങൾ കൂടി ഉണ്ടാക്കിയാണ് ഓരോരുത്തരും മടങ്ങിയത്. സമാപന ചടങ്ങിൽ ഡോക്ടർ ഭാസ്കരൻ നമ്പ്യാർ മുഖ്യാതിഥിയായി. KG കൊടക്കാട് അധ്യക്ഷത വഹിച്ചു. രാധ, നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലയൺസ് ക്ലബ്ബ് പെരുമ്പ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന ലയൺസ് ക്ലബ്ബ് ഓഫ് പെരുമ്പ ആഗസ്റ്റ് 19 പ്രവർത്തനം ആരംഭിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ സുജിത്ത് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ്ബ് പയ്യന്നൂർ ചെയ്തു. അതിലേറ്റവും മഹത്തരമായ പയ്യന്നൂർ ലയൺസ് ക്ലബിൻ്റെ ഡയാലിസിസ് സെൻ്റർ ഒട്ടേറെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ഇപ്പോൾ നടത്തിവരുന്നുണ്ട്. പയ്യന്നൂർ പെരുമ്പ കേന്ദ്രീകരിച്ച് ലയൺസ് ക്ലബ്ബ് ഓഫ് പെരുമ്പയ്ക്ക് പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് രൂപം കൊടുക്കുകയാണ്. ആഗസ്റ്റ് 19 ബുധനാഴ്ച വൈകുന്നേരം 7:30 പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ സുജിത്ത് ലയൺസ് ക്ലബ്ബ് ഓഫ് പെരുമ്പയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണം ലയൺസ് ഡെന്നിസ് തോമസും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ലയൺ CA ശിവപ്രസാദ് നിർവഹിക്കും. ചടങ്ങിന്റെ ഭാഗമായി 22 ലക്ഷം രൂപ ചെലവ് വരുന്ന ICU ആംബുലൻസ് പെരുമ്പ ലയൺസ് ക്ലബിന്റെ ആദ്യത്തെ സേവന പദ്ധതിയായി പയ്യന്നൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കും. മംഗലാപുരത്തും തലശ്ശേരിയിലും മാത്രമുള്ള ഈ സൗകര്യം പയ്യന്നൂരിനുണ്ടാകുന്നത് മൂലം നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായും പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലയൺ എഞ്ചിനീയർ P രതീഷ് കുമാർ, ക്ലബ്ബ് എക്സ്റ്റൻഷൻ ഓഫീസർ T ജാഫർ, MMV ഇക്ബാൽ, നാസിം K, PP നാസർ, PRO ജയരാജ് കുട്ടമത്ത് എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി KV നന്ദിനിയെയും പ്രസിഡന്റായി PN ശ്രീകലയെയുമാണ് തെരഞ്ഞെടുത്തത്. കണ്ണൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് 2015 കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് OK വിനീഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനി മാറ്റൊലി. കഴിഞ്ഞ 2 വർഷം കൊണ്ട് കേരളത്തിലെ ആഭ്യന്തര പച്ചക്കറി ഉൽപാദനത്തിൽ 50% വർധനവ്. ശുഭകരമായ ഈ പ്രവണത തുടരുമെന്ന് കരുതുന്നുണ്ടോ? പ്രതികരണങ്ങൾ. നമ്മളെ ഈ കണ്ണൂരിലും പയ്യന്നൂരിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരാൾക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ശൂന്യമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വന്തമായി പച്ചക്കറി നട്ട് നമ്മളെ കേരളത്തിലെ നല്ല ഒരു പച്ചക്കറി കൃഷിഭവനുകൾ മുഖേന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാർഷിക സ്ഥാപനങ്ങളുണ്ട്. അവർ നല്ല അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കൾ വീടുകളിൽ കൊടുത്തുകൊണ്ട് അവരെ ഇതുണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഭ്യന്തര ഉൽപാദനം ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം. ചെറിയൊരു ശതമാനത്തിന് മാത്രമുണ്ടാകുന്ന ഒരു വളർച്ചയെ വലുതായി കാണുകയും അതോടൊപ്പം തന്നെ മറ്റൊരു വിഷലിപ്തമായ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ടുമാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ സമഗ്രമായി, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഇത്തരം മദ്യനയും കേരളീയ സമൂഹം പെടാതിരിക്കാൻ വേണ്ടി ഇതിനെ കർശനമായി പരിശോധനയോടെ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ വേണ്ടി തയ്യാറാവും. വളരെ നല്ല കാര്യമാണ്. വിഷമില്ലാത്ത നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ തന്നെ സ്വയം പര്യാപ്തത നേടിയെടുക്കുക എന്നുള്ള പച്ചക്കറി കൃഷിയിലെങ്കിലും സ്വയം പര്യാപ്തത നേടിയെടുക്കുകയും വിഷമയമില്ലാതെ മാരക രോഗങ്ങളൊന്നും തന്നെ പിടിവിടാതെ നല്ല പച്ചക്കറികൾ കഴിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മൾ മിക്ക ഭക്ഷ്യവസ്തുക്കളും വാങ്ങുക തന്നെ ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് പോലും അതിൻ്റെ ഒന്നും മോശം വശം അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ നമ്മുടെ തോട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്ത് വിളയിക്കാവുന്നതാണ്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ നല്ല വശങ്ങൾ തിരിച്ചറിയാത്ത കേരളീയർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ജൈവ കൃഷി രീതികളെ അകറ്റി നിർത്തിയതും. അതുകൊണ്ട് തന്നെ ജൈവ പച്ചക്കറി കൃഷി അതുപോലെയുള്ള ജൈവ കൃഷികൾ തിരിച്ചു വരേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അത് ബോധം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിന്ന് ആധുനിക കാലത്ത് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ഒരു വാർത്ത, കൊല്ലത്ത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറിയുടെ എണ്ണം പകുതിയോളം കുറഞ്ഞു എന്നുള്ള അതൊരു നല്ല
കാര്യമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ടെറസ് കൃഷി പോലുള്ള കൃഷികൾ, നമ്മുടെ പാടങ്ങളൊക്കെ പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുക തുടങ്ങിയ മാത്രമാണ് ഇതിന് പ്രതിവിധിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ജീവനക്കാർക്കുള്ള ഈ വർഷത്തെ ബോണസ് വിഷയത്തിൽ ധാരണയായി. എല്ലാ ജീവനക്കാർക്കും 2014-15 വർഷത്തെ ശമ്പളത്തിന്റെ 20% ബോണസും 1000 രൂപ എക്സഗ്രേഷ്യയും നൽകുവാൻ തീരുമാനിച്ചു. ഇനി അറിയിപ്പുകൾ. കെ ഗോവിന്ദൻ മാസ്റ്ററുടെ എന്റെ സുഹൃത്തം കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം ഓഗസ്റ്റ് 19 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കക്കിരിയാട് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടറിവിന്റെ പ്രതിരോധം നാട്ടുരുചി മേള, തനത് ഭക്ഷണമേളയും പാചക മത്സരവും ഓഗസ്റ്റ് 23 ഞായറാഴ്ച കക്കിരിയാട് പൊതുജന വായനശാലയിൽ വെച്ച് നടക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കണ്ടോന്താർ മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ ഓഗസ്റ്റ് 18, 19 തീയതികളിൽ വളർത്തുനായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് 0485 277035 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. യുണീക് കൊക്കാനിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2015നോടനുബന്ധിച്ച് നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ തിരുവോണനാളിൽ നടക്കുന്ന പരിപാടിയിൽ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾ 9495420036, 9495100029 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനിഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനം സേവന ദിനമായി സാന്ത്വന പ്രവർത്തനം നടത്തുന്നു. ഓഗസ്റ്റ് 18 കോറോം മുത്തത്തിലുള്ള പകൽ വീട്ടിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അന്തേവാസികൾക്കായി സ്നേഹസംഗമവും ഉച്ചയ്ക്ക് സ്നേഹസദ്യയും നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക ദിനാചരണം, വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. സംസ്ഥാന യുവജന മിഷൻ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി യൂത്ത് കണ്ടക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ ടി.വി. രാജേഷ് MLA നിർവഹിച്ചു. താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം കുത്തിത്തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നത്. കുണിയൻ കിഴക്കേക്കരയിൽ വ്യാപക തോതിൽ പാടം നികത്തുന്നു. അധികൃതരുടെ എതിർപ്പ് വകവെക്കാതെയാണ് വയൽ നികത്തുന്നതെന്നും പരാതി. സെപ്റ്റംബർ 2 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി കാസർകോട് ജില്ലാതല വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. പയ്യന്നൂർ നഗരസഭ ഓണക്കാല പരമ്പരാഗത വ്യവസായ പ്രദർശനവും വിപണനമേളയും നഗരസഭാ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.